ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ള ഒരു ചെറിയ ടിപ്പ്. ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇടിവെട്ട് വീഡിയോ ആണ്. അപ്പോൾ കുറേ കാര്യം നമ്മൾ ഷോർട്സ് ഇടുന്നത്, അപ്പം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ ഇടാൻ പോകണം. ഞാൻ SSLC എന്നുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ട്രോള് വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് അത്യാവശ്യം നല്ല സപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ റിസൾട്ടിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതെന്ന് വെച്ചാൽ പേടിയായിട്ടൊന്നല്ല, ഞാൻ എടുത്തുതരാൻ ആരും ഉണ്ടായിട്ടില്ല, അതാണ് സത്യം. പിന്നെ റിസൾട്ട് വന്നത് 15-ന്, ഇത് അടുത്ത 15 ആവാനായി. എന്നിട്ട് ഞാൻ വീഡിയോ ഇപ്പാണ് ഇടുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പോൾ എന്തായാലും സ്കൂളെല്ലാം തുറന്നില്ലേ, അപ്പോൾ ഒരു വീഡിയോ അങ്ങ് ഇടാമെന്ന് വെച്ചു. എന്താ അടുത്ത പ്ലാൻ എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്നത്. ഞാൻ എന്തെടുക്കുന്നത് അങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ കുറച്ച് ഉപദേശം കൂടി അടുത്ത 10th കുറച്ച് ഉപദേശം കൂടി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ റിസൾട്ട് പറയാം. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് 4 A+ ആണ്. 4 A+ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളം ഫസ്റ്റും സെക്കൻഡ്, പിന്നെ IT, പിന്നെ ബയോളജി, ഇതിനാണ് A+. ബാക്കിയുള്ളത് മലയാളം ഫസ്റ്റ് A+, മലയാളം സെക്കൻഡ് A+, ഇംഗ്ലീഷ് എനിക്ക് A, പിന്നെ ഹിന്ദി B, പിന്നെ സോഷ്യൽ സയൻസ് B+, പിന്നെ ഫിസിക്സ് A, എനിക്ക് ഭയങ്കര സങ്കടമായി. കെമിസ്ട്രി B, പിന്നെ ബയോളജി A+, മാത്സ് B, പിന്നെ IT A+. ഞാൻ ഇതിൽ ഇംഗ്ലീഷ് A കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ സോഷ്യലൊന്നും B+ കിട്ടാൻ ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടില്ല. ഞാനൊരു CO C+, അത്രയും അത്ര ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ ഫിസിക്സ് എന്താണെന്ന് എനിക്ക് A+ കിട്ടാത്ത ഭയങ്കര വിഷമമായി എനിക്ക്. അതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ കെമിസ്ട്രിയും ഞാൻ B+ എന്ന് പറഞ്ഞാൽ അത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തോ എഴുതി വെച്ച് അതിനുള്ള ചെറുങ്ങനെ ഞാനൊന്നും മര്യാദയ്ക്ക് എഴുതിയിട്ടില്ല. കെമിസ്ട്രി ആണെങ്കിലും എങ്ങനെ B കിട്ടിയാൽ നടക്കുക അതും അറിയില്ല. മാത്സ് ഞാൻ B, അതിലും താഴെ തന്നെ മാത്സ് ഞാൻ പ്രതീക്ഷിച്ചത്. മാത്സ് ഞാൻ കുറച്ചൊക്കെ ട്യൂഷന് പോയിട്ടാണ് ഈ ഒരു മാർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ CO C+ ഉറപ്പിച്ചത്. ഞാൻ പിന്നെ കുറച്ച് സ്ഥലത്തുനിന്ന് അങ്ങനെ ആടുന്നിടുന്നൊക്കെ കുറച്ച് പഠിച്ച് അങ്ങനെ ആ ഒരു B. മാത്സും അത്രയും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ഒരു ഹോപ്പ് ഉണ്ടായിന്. A+ കിട്ടുമെങ്കിലും Aയോ B+, അതെന്തായാലും കിട്ടും എനിക്ക് ഉറപ്പേനു. പിന്നെ ഞാൻ റീവാലുവേഷന് കൊടുത്തു, അത് അതിലും കോമഡി. ഞാൻ കൊടുത്തത് കെമിസ്ട്രിയും ഫിസിക്സും. ഞാൻ പിന്നെ ബയോസയൻസ് എടുക്കാന്നുള്ള ഒരു മൈൻഡിൽ ഞാനിത് രണ്ടും കൊടുത്തു. അതിന് 2 A+ എനിക്കില്ല. റീവാലുവേഷന് കൊടുത്തിട്ട് മാർക്ക് കുറയത്. അപ്പോൾ പിന്നെ കുറഞ്ഞ മാർക്ക് കൂട്ടില്ല എന്ന ധൈര്യത്തിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് കുറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ ഫിസിക്സ് Bയും കെമിസ്ട്രി C+. വെറുതെ പൈസ കളഞ്ഞ പോലെ എനിക്ക്, ഞാൻ വെറുതെ കൊടുത്ത പോലെ. പിന്നെ വീട്ടിലെല്ലാവരും പറഞ്ഞു, നീ ബയോസയൻസ് എടുക്കണം എന്നില്ല, നീ വേണമെങ്കിൽ കൊമേഴ്സ് കൊടുത്തോ. എനിക്ക് കൊമേഴ്സും ബയോസയൻസും ആണ് പിന്നെ കുറച്ച് താല്പര്യം. പിന്നെ ബയോസയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് താങ്ങുമോ എന്നുള്ള ആ ഒരു ഇത് ഞാൻ കുറേ ആയിട്ട് ആലോചിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബയോസയൻസ് എടുക്കണ്ട, കൊമേഴ്സ് തന്നെ കൊടുക്കാമെന്ന്. ഞാൻ പിന്നെ ട്രയലിൽ എന്നിട്ട് ഇത് കൊമേഴ്സ് ഫസ്റ്റ് കൊടുത്ത്, ബയോസയൻസ് സെക്കൻഡ് കൊടുത്ത്, 5-6 സ്കൂളിൽ കൊടുത്ത്. പിന്നെ ലാസ്റ്റിൽ ഓപ്ഷനിലായിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസും കൊടുത്തു. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മാറ്റാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ പറയാനുള്ള ഹിന്ദി എനിക്ക് എനിക്ക് ഹിന്ദി എന്ന് വെച്ചാൽ എനിക്ക് അത്രക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ്. ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ എൻ്റെ കണ്ണടയും, അങ്ങനെ ഉറക്കം തോന്നും ക്ലാസ്സിലാണെങ്കിലും. എനിക്കിപ്പം ഹിന്ദീൻ്റെ ബേസിക്സ് ഒട്ടും അറിയില്ല. പിന്നെ എങ്ങനെ ഈ B കിട്ടിയതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നല്ല ടീച്ചറായിട്ട് നോക്കിയിട്ടുണ്ടാവും ഒന്നാമത്. പിന്നെ എനിക്ക് ബേസിക്സ് ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിൽ നിന്നാണ് കൊറോണ വന്നത്. അപ്പോൾ കൊറോണ വന്നപ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ബേസിക്സ് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ളതല്ലേ. എന്ന് വെച്ചാൽ ഹിന്ദി തുടങ്ങുന്നത് ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉഴപ്പി നടന്ന്, പിന്നെയും ഉഴപ്പി നടന്ന്, പിന്നെ അത് പിന്നെ ബൈഹാർട്ട് പഠിച്ചിട്ട് ഇങ്ങനെ എഴുതുക അത് തന്നെയാണ് പിന്നെ എൻ്റെ പരിപാടി. ബൈഹാർട്ട് എനിക്ക് ഹിന്ദി പഠിക്കാൻ നല്ല ടഫ് ആയതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ചോൺ എക്സാം, 9th എക്സാം, അതിലൊന്നും നല്ല മാർക്കൊന്നും ഇതുവരെ കിട്ടിയ ചരിത്രമില്ല. എനിക്ക് സീൻ്റെ മുകളിലൊന്നും പോയിട്ടേ ഇല്ല. എനിക്ക് B ഒന്നും കിട്ടിയിട്ടേ ഇല്ല. ഇങ്ങനെ നല്ല മാർക്ക് ഹിന്ദിയിൽ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. മാത്സും എല്ലാം കണക്കാണ്. ഇംഗ്ലീഷ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ഞാൻ പബ്ലിക് എക്സാം നല്ലോണം പഠിച്ചു. 3 ദിവസം ഉണ്ടായിന്. അപ്പോൾ ഞാൻ നല്ലോണം ഇരുന്ന് പഠിച്ച്. അപ്പം ഇതാണ് എൻ്റെ റിസൾട്ട്, എൻ്റെ റിവ്യൂ അങ്ങനെ പറയാം. എൻ്റെ എക്സ്പീരിയൻസ് ഇത്ര വരെയുള്ള ആ ഒരു മാർക്കിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയെല്ലാം പറയുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അടുത്തത് ഇനി ഞാൻ എന്തെടുക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാനിപ്പോൾ ഇനി കൊമേഴ്സ് ആയിരിക്കും ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നത്. ബയോസയൻസ് എനിക്ക് പേടിയുണ്ട്. എല്ലാവരും പറഞ്ഞു ബയോസയൻസ് എനിക്കാവില്ല.
പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ താല്പര്യം ഇങ്ങനെ ഇല്ല. അപ്പോൾ അത് ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. ഹ്യൂമാനിറ്റീസ് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കൊമേഴ്സ് തന്നെ നോക്കാം. കൊമേഴ്സ് ഞാൻ കൊടുത്തത് മറ്റേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം കിട്ടുന്ന ട്രയലിൽ എനിക്ക് എൻ്റെ ഒറിജിനൽ ഇപ്പോൾ ഉള്ള ഞാൻ സ്കൂളിൽ തന്നെ എനിക്ക് ട്രയലിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ബയോ സയൻസാണ് കിട്ടിയത്, പിന്നെ ഞാൻ ട്രയലിൽ മാറ്റിയത്. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ ഞാൻ എന്താ എടുക്കാൻ പോകുന്നതെന്നുള്ളത്. അഥവാ എനിക്ക് കൊമേഴ്സും ബയോ സയൻസും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് തന്നെ എടുത്ത് പഠിക്കും. അഥവാ ഹ്യൂമാനിറ്റീസ് കിട്ടി ഞാനത് ട്രാൻസ്ഫർ നോക്കും, എന്ന് വെച്ചാൽ സ്ട്രീം മാറ്റാൻ വേണ്ടി ഞാൻ നോക്കും. പക്ഷെ അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് തന്നെ എടുത്ത് പഠിക്കും. കാരണം വേറെ വഴിയില്ലല്ലോ, ഞാൻ അതിന് എടുത്ത് പഠിക്കേണ്ടി വരിക. കാരണം എൻ്റെ മാർക്കിന് എനിക്ക് അത് കൊമേഴ്സും സയൻസും കിട്ടുമോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ട്രയലിൽ കിട്ടുമെന്ന് എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. ട്രയൽ വലിയ കാര്യമല്ലെങ്കിലും എന്നാൽ ചെറിയൊരു ഇത്. പക്ഷെ ഓരോക്കെ എനിക്ക് അറിയുന്ന കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇനി എൻ്റെ ഫ്യൂച്ചർ പ്ലാനിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന സ്ട്രീം എടുക്കണം എന്ന് എനിക്കില്ല, ആ ഒരു ഇത് വരുന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ എടുത്ത് പഠിക്കാം. ഒരു സാധനം ഞാൻ മറന്നുപോയി. എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് 83.5% എനിക്കുണ്ട്. പിന്നെ എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടത്തോലെ എനിക്ക് ഹിന്ദി എടുക്കാൻ തന്നെയാണ് പ്ലാന്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ മലയാളം എടുക്കാൻ, ഹിന്ദി ഭയങ്കര ടഫായിരിക്കും എന്ന് വെച്ചിട്ട് മലയാളം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചിമാരെല്ലാം പറഞ്ഞു മലയാളം ചത്താലെടുക്കുക, അത്രയൊക്കെ എഴുതി പണ്ടാരടങ്ങുന്നു. അതുകൊണ്ട് ഞാൻ വെച്ച് എനിക്ക് എഴുതാനൊക്കെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെച്ച് ഹിന്ദി എടുക്കുക കുറച്ച്. പിന്നെ എനിക്ക് ഇനിയുള്ള 12th കഴിഞ്ഞാൽ എനിക്ക് ഹിന്ദീൻ്റെ ആവശ്യം ഉണ്ടാകും. അഥവാ പുറത്തോട്ട് ജോലി ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഹിന്ദീൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു +1 ഹിന്ദി ആവശ്യം വന്നാലെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹിന്ദി അറിയുന്ന കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവും, പിന്നെ പഠിപ്പിച്ച് തരാൻ അത്ര കുഴപ്പമില്ല. പിന്നെ യൂട്യൂബിലെ ഹിന്ദി പഠിക്കുന്നതെല്ലാം നോക്കി പഠിക്കാമെന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുന്നത്. ഞാനങ്ങനെ ഹിന്ദി ഇപ്പം ഞാൻ കുറച്ച് പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലോ ഇത് ആ ഒരു മൈൻഡിലിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഭാവിയിൽ എനിക്ക് ഹിന്ദീൻ്റെ ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ ഹിന്ദി പഠിക്കുന്നു ഇപ്പോൾ. പിന്നെ എനിക്ക് SLC എക്സ്പീരിയൻസ്, അയ്യോ വല്ലാത്ത എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം 10th വന്ന 26-27 ബാച്ച് 26-27 ബാച്ചുകാർ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 10th കയറി, അപ്പം 10th നല്ല അത്യാവശ്യം ഫസ്റ്റ് തൊട്ടേ പഠിച്ച് തുടങ്ങാം. നിങ്ങൾ സ്പോർട്സ് കലോത്സവം അത് ഇതെന്ന് പറഞ്ഞിട്ട് പരമാവധി ക്ലാസ് കട്ട് ചെയ്യാണ്ടിരിക്കുക. ഞാൻ അത്രയ്ക്ക് പറയുന്നത്, സ്കൂളിലെ ക്ലാസ് കേൾക്കാൻ പറ്റുക അത്രയും നല്ലത്. പിന്നെ അഥവാ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് എന്തെങ്കിലും വെച്ച് ട്യൂഷനെങ്കിലും പോയി എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തോന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് ഫസ്റ്റ് തൊട്ട് പഠിച്ചാൽ അത്രയ്ക്ക് ഭാരം കുറയും. അല്ലെങ്കിൽ പിന്നെ ജനുവരി ഒക്കെ ആകുമ്പോൾ പിന്നെ കുറേ എക്സാം വരും. ആ സമയം പഠിച്ചെടുക്കുക, 2 മാസം ഉണ്ടല്ലോ, പഠിച്ചെടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം ആ ഒരു സമയമാകുമ്പോൾ മാത്സിൽ ഒരു കൂട്ടം പാഠം വരും. അത് ഫസ്റ്റത്തെ പാഠം പിന്നെ മറന്നു പോകും. ഫസ്റ്റത്തെ പാഠം വരുന്ന അരിത്തമാറ്റിക് സീക്വൻസ്, അതെനിക്ക് ഫസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെങ്കിൽ എക്സാം പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് മനുഷ്യന്മാരെ അടുത്തോട്ട് പോകില്ല, അങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് സിമ്പിളാന്ന് വെച്ചിട്ട് വിടണ്ട, ഒരുപാട് സിമ്പിളല്ല. പിന്നെ പാർട്ട് 2 കുറേ ടഫ് സാധനം വരുന്നുണ്ട്. പഠിക്കാൻ സിമ്പിളാണെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് അതിൽ വരുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് ഇനി കിട്ടും, ടെക്സ്റ്റ് ബുക്ക് മാറി നമ്മുടെ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അത് റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കാം. കെമിസ്ട്രി ഫിസിക്സ് എനിക്ക് വലിയ കുറച്ച് ഓക്കെ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, വലിയ ടഫ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കെമിസ്ട്രി അത്യാവശ്യം നല്ല ടഫാണ്. ബയോളജിയും വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ബയോളജിയിൽ എനിക്ക് ഓണത്തിന് ക്രിസ്മസിന് ഒരു മാർക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നല്ല ടഫായിട്ടാണ് ടീച്ചർ നോക്കിയത്. എൻ്റെ ടീച്ചർ നല്ല ടഫായിട്ടാണ്, നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കിയത്. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ നല്ലോണം പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു ബയോളജിയിൽ A+ കിട്ടിയത്. പിന്നെ ബയോളജീൻ്റെ എക്സാം അത്യാവശ്യം സിമ്പിളായിരുന്നു നമ്മളെ. അപ്പോൾ നിങ്ങൾ കൂട്ടി വെക്കാണ്ടിരിക്കുക, ഈ ഒരു പഠിക്കുന്ന സാധനം കൂട്ടി വെക്കാണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് എന്തായാലും ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ള ഒരു ചെറിയ ടിപ്പല്ല, ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി എനിക്ക് കുറച്ചുകൂടി +1 സ്റ്റഡി വ്ളോഗൊക്കെ ഇടണമെന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരുന്നത് ബൈ.